ആദിശേഷൻ നിങ്ങളെ ആരെയും വെറുതെ വിടില്ല. എന്താ ആദിശേഷൻ? അവൻ ചത്തിട്ട് എത്രയോ വർഷങ്ങളായി. അത് നിന്റെ തോന്നലാ. ആദിശേഷൻ പുനർജനിച്ചിട്ടുണ്ട്. അവൻ നിങ്ങളോടുള്ള പ്രതികാരം തീർത്തു മാത്രമേ മടങ്ങിപ്പോകൂ. ആദിശേഷൻ നിങ്ങളെ എല്ലാവരെയും കൊന്ന് ആ നാഗമാണിക്യം തിരിച്ച് നാഗലോകത്തേക്ക് തന്നെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. എന്താ ആദിശേഷൻ പുനർജനിച്ചിട്ടുണ്ടെന്നോ? ആരാണവൻ? എവിടെയാണെന്ന് പറ. ഞാനിപ്പോ പറഞ്ഞാലും നിനക്ക് ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാവില്ല. അത് നിനക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തൃശൂലിനെ നീ കൊല്ലാതിരിക്കണം. ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതിനും തൃശൂലിനും തമ്മിൽ എന്താ ബന്ധം? തൃശൂലാണ് നിനക്ക് ആദിശേഷനെ കാണിച്ചു തരാൻ പോകുന്നത്. അവനായിരിക്കും നിനക്കുള്ള വഴികാട്ടി. എനിക്ക് ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കണം. ഞാൻ തൃശൂലിനെ ഒന്നും ചെയ്യില്ല. ഗുരുക്കളോട് ചോദിച്ചിട്ട് വരാം. പരമേശ്വര, വരൂ ദിഗ്വിജയ, വാ. നിനക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. തൃശൂലിനെ നീ കൊന്നെന്നുള്ള വാർത്ത നിന്റെ വായിൽ നിന്ന് കേൾക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. പറയൂ, അവന്റെ കഥ നീ കഴിച്ചില്ലേ? ഗുരുക്കളെ, ഒരു മരണവാർത്ത അറിയിക്കാനുണ്ട്. പക്ഷെ അത് തൃശൂലിന്റെ അല്ല, അമൃതയുടെയാ. ദിഗ്വിജയ, എന്തൊരു അബദ്ധമാണ് നീ കാണിച്ചത്. ഗുരുക്കളെ, അവളെ കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്താ അവിടെ ഉണ്ടായെന്ന് വെച്ചാ, അമൃത, നിന്റെ ജീവൻ ബലിയായി നൽകി നീ തൃശൂലിനെ രക്ഷിച്ചുവെന്നോ? അതെ ഗുരുക്കളെ, നമ്മൾ ഇത്രയും ദിവസം കണ്ട അമൃതയല്ല ഇന്ന് ഞാൻ അവിടെ വെച്ച് കണ്ട അമൃത. അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ എന്നോടുള്ള പകയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവൾക്കെല്ലാ സത്യവും, നാഗമാണിക്കുന്നതിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അറിയാം ഗുരുക്കളെ. തൃശൂല കാലഗർഭത്തിൽ നിന്ന് പുറത്തു വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു. അവനെ അവിടെ നിന്ന് രക്ഷിച്ചത് അവളാണെന്ന്. ഇപ്പോൾ നിന്നെ തടഞ്ഞതും അവള് തന്നെയല്ലേ? തൃശൂലാണ് ആദിശേഷൻ എന്ന സത്യമറിഞ്ഞ് നാഗലോകത്തിന്റെ രക്ഷയ്ക്ക് അവൾ പ്രാണൻ അർപ്പിച്ചിരിക്കുന്നു. അവൾ കേവലം ഒരുവളല്ല. ദിഗ്വിജയ, അവൾ എന്തായാലും മരിച്ചു. ഇപ്പൊ തൃശൂലിന്റെ അവസ്ഥ എന്താണ്? നാഗമാണിക്യം ഉപയോഗിച്ച് അവന്റെ കഥ നീ കഴിച്ചില്ലേ? ഇല്ല ഗുരുക്കളെ. എന്തുകൊണ്ട്? പോകൂ, ഇപ്പോൾ തന്നെ അവന്റെ കഥ കഴിക്കൂ. ഗുരുക്കളെ, അത് സാധിക്കില്ല. ദിഗ്വിജയ, എന്തുകൊണ്ട്? അവനോട് നിനക്ക് കരുണയോ? അവനുള്ളപ്പോൾ നിനക്ക് അപകടമാണെന്ന കാര്യം നീ മറന്നുപോയോ? ഗുരുക്കളെ, എനിക്ക് അപകടമുണ്ടാവാൻ പോകുന്നത് അവനിൽ നിന്നല്ല, ആദിശേഷനിൽ നിന്നാ. അതെ ഗുരുക്കളെ, ഏത് ആദിശേഷനെ കൊന്ന് നമ്മൾ നാഗമാണിക്യം കരസ്ഥമാക്കിയോ അതേ ആദിശേഷൻ പുനർജന്മമെടുത്തിരിക്കുന്നു. നമ്മളോടെല്ലാം പകരം ചോദിച്ചിട്ട് നാഗമാണിക്യം തിരികെ കൊണ്ടുപോകാനായിട്ടാ അവൻ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. ഇല്ല ഇല്ല, അത് അസാധ്യമാണ്. നിന്നോട് ഇതൊക്കെ ആരാണ് പറഞ്ഞത്? അമൃത മരിക്കുന്ന നേരത്ത് ഈ കാര്യങ്ങളാണ് പറഞ്ഞത്. അമൃത ദിഗ്വിജയനോട് ആദിശേഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഓ, ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നീ? തൃശൂലാണ് ആദിശേഷൻ എന്ന സത്യം ഇവനോടെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആദിശേഷൻ ആരാണെന്ന് പറഞ്ഞിരുന്നോ? ഇല്ല ഗുരുക്കളെ, ഞാൻ എത്രയൊക്കെ ചോദിച്ചിട്ടും അതവള് പറഞ്ഞില്ല. അപ്പ പോയ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ഇവൻ ഇപ്പോഴും തൃശൂലാണ് ആദിശേഷൻ എന്ന സത്യം അറിഞ്ഞിട്ടില്ല. ഗുരുക്കളെ, അവൾ ആദിശേഷൻ ആരാണെന്ന് പറഞ്ഞില്ല.
പക്ഷെ അവനെ കണ്ടുപിടിക്കാനുള്ള മാർഗം പറഞ്ഞു തന്നു. മാർഗമോ? എന്താണ് ആ മാർഗം? ആദിശേഷനെ കാണിച്ചു തരാൻ പോകുന്നത് തൃശൂലത്രേ. അതുകൊണ്ടാ ഗുരുക്കളെ ഞാൻ അവനെ കൊല്ലാതെ വിട്ടത്. അമൃത ആദിശേഷന്റെ രക്ഷയ്ക്കു വേണ്ടി നല്ല ബുദ്ധിയാണ് പ്രയോഗിച്ചത്. ഇപ്പൊ എനിക്ക് ദിവ്യജയനോട് ആദിശേഷനെ പറ്റി പറയേണ്ട കാര്യമില്ല. ഗുരുക്കളെ, ഞാൻ തൃശൂലിനെ കൊല്ലാൻ ശ്രമിച്ച കാര്യം അവനെങ്ങാനും മനസ്സിലാക്കിയത് പ്രശ്നമാവില്ലേ? അതേക്കുറിച്ച് നീ ഇനി ചിന്തിക്കണ്ട. അങ്ങനെ നിനക്ക് വല്ല കുഴപ്പവും ഉണ്ടായാൽ നിന്റെ രക്ഷയ്ക്കായി ഞാനിവിടെയുണ്ട്. ദിഗ്വിജയ, ഇപ്പോൾ നാഗമാണിക്യം എവിടെയുണ്ട്? നാഗമാണിക്യം ഞാൻ മറ്റൊരു സ്ഥലത്ത് ഭദ്രമായി വെച്ചിരിക്കുകയാണ് ഗുരുക്കളെ. അപ്പോൾ ആദിശേഷൻ മരിച്ചിട്ടില്ല. കുറഞ്ഞപക്ഷം ആ നാഗമാണിക്യമെങ്കിലും എന്റെ കയ്യിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചപ്പോ ഇവനത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു. എന്താ ഗുരുക്കളെ, ഞാൻ നാഗമാണിക്യം അവിടുന്ന് മാറ്റിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതോ അങ്ങേ ഏൽപ്പിക്കണമായിരുന്നോ? ഇപ്പൊ ഞാൻ ഇവനോട് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഇവൻ എന്നിൽ സംശയമുണ്ടാക്കും. വേണ്ട. ഗുരുക്കളെ, എന്താ ഒരു മറുപടിയും പറയാത്തത്? ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരി ഗുരുക്കളെ, എന്നാ ഞാൻ അങ്ങോട്ട്. വിജയീ ഭവ. ദിഗ്വിജയ, ഒന്നു മാത്രം നിന്റെ ഓർമ്മയിലിരിക്കട്ടെ. നാഗമാണിക്യത്തിന്റെ ശക്തി പൂർണ്ണമായി നിനക്ക് ലഭിക്കണമെങ്കിൽ നന്ദീശൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നിന്റെ രക്ഷ അവനുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അവനെ അകറ്റി നിർത്താൻ പാടില്ല. തീർച്ചയായും ഇല്ല ഗുരുക്കളെ, ഒരു കാരണവശാലും ഞാൻ അവനെ അകറ്റി നിർത്തില്ല. പിന്നെ ഒരു കാര്യം കൂടി, ആ അമൃതം മരിച്ചു എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയല്ലേ? നീ അത് ഉറപ്പ് വരുത്തിയിരുന്നോ? ഉറപ്പാണ് ഗുരുക്കളെ, അവള് മരിച്ചു എന്ന് ഉറപ്പാ. എന്താ അങ്ങനെ ചോദിക്കാൻ? ഒന്നുമില്ല, നിനക്കിപ്പോൾ പോകാം. വിജയീ ഭവ. അവൾക്ക് ജീവനുണ്ടെങ്കിൽ ആരോടെങ്കിലും സത്യം പറയാൻ സാധ്യതയുണ്ട്. അവളും മരിച്ചുപോയതെന്തായാലും നന്നായി. അവളെ കൊണ്ട് ഇനി ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. എഴുന്നേക്ക് മാഡം, പ്ലീസ് എഴുന്നേക്ക് മാഡം. ഒന്ന് എഴുന്നേക്ക് മാഡം, പതുക്കെ. മാഡം, മാഡം കണ്ണൂർക്ക് മാഡം. ആരും മാഡം നിങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണം? ഒന്ന് പറയും മാഡം. തൃശൂൽ, അതെല്ലാം വിട്ടേക്കോ. എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. പ്രധാനപ്പെട്ട കാര്യം പറയും മാഡം. ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയല്ല. ഞാനൊരു ഇച്ഛാധാരി നാഗമാണ്. ഇച്ഛാധാരി നാഗമാണെന്നോ? പക്ഷെ നിങ്ങൾ ഫോട്ടോഗ്രാഫറാണെന്നും ഡോക്യുമെന്ററി എടുക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞതോ? ആ വീട്ടിൽ കടന്നുകൂടാനായിട്ട് ഞാൻ കളിച്ച നാടകം അത്. എഴുന്നേക്ക് മാഡം. ആദ്യം നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. ഇപ്പൊ നിങ്ങൾക്ക് ചികിത്സയാണ് വേണ്ട. തൃശൂൽ, വേണ്ട. ഇനി അല്പനേരത്തിനുള്ളിൽ ഞാൻ ഈ ലോകം തന്നെ വിട്ടുപോകുന്ന ഉറപ്പാ. അയ്യോ, അതിനുള്ളിൽ എനിക്ക് നിന്നോടൊരു സത്യം പറയാനുണ്ട്. എന്ത് സത്യമായാലും പറയും. നീ മനസ്സിലാക്കിയതൊന്നും സത്യമല്ല. നീ ഇനിയും മനസ്സിലാക്കാനുള്ളതായിട്ട് ഒരുപാട് കാര്യമുണ്ട്. അതിനാണ് നീ ഇനി ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇതെന്താ ഇത്? ഇവിടെ
അപ്രത്യക്ഷമായാലോ? എന്നുവെച്ചാ അമൃത ഈ പരിസരത്ത് തന്നെ എവിടെയും ഉണ്ടാവണം. അമൃത, ഹേയ് അമൃത, എന്നെ സഹായിക്കാനായിട്ട് നിന്നെ ഞാൻ നാഗലോകത്ത് നിന്ന് വിളിച്ചു വരുത്തിയപ്പോ ആദിശേഷന് വേണ്ടി നീ നിന്റെ പ്രാണൻ തന്നെ ത്യജിച്ചു അല്ലേ? അതുകൊണ്ട് തന്നെ നാഗലോകത്തുള്ളവരെ ആരെയും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് നാഗലോകത്തോട് അത്രയ്ക്ക് കടപ്പാടുണ്ട്. ഏതെങ്കിലും ഒരു അവസരം ലഭിച്ചാൽ നാഗലോകത്തെ രക്ഷിക്കലാണ് നിങ്ങളുടെ മുഖ്യമായ കർത്തവ്യം. നീയും അത് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? ഏയ് അമൃത, ഞാൻ പറഞ്ഞതെന്താണ്, നീ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? പക്ഷേ ദിഗ്വിജയൻ നിന്നെ കൊന്ന് വലിയൊരു മാർഗതടസ്സം മാറ്റിയിരിക്കുന്നു. നിന്നെ ഇപ്പോൾ കൊന്നിരിക്കുന്നതും നാഗമാണിക്യം കട്ടെടുത്തിരിക്കുന്നതും ദിഗ്വിജയനാണെന്നും ആദിശേഷന്റെ പുനർജന്മം തൃശൂലാണെന്നും ശിവാനിയോടെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ എന്റെ പരമ്പരയ്ക്കെല്ലാം തന്നെ നഷ്ടമാകുമായിരുന്നു. ഭാഗ്യം അങ്ങനെ സംഭവിച്ചില്ലല്ലോ. ആ അമൃത മരിച്ചിരിക്കുന്നത് നാഗമാണിക്യം മൂലമാണ്. ആ കാരണം കൊണ്ട് തന്നെ അവളുടെ ആത്മാവ് ഒരിക്കലും ഭൂമിയിൽ കഴിയില്ല. എന്നിലേക്കിനി യാതൊരു തടസ്സത്തിനും വരില്ല. ഒരു കാര്യവും ശിവാനി അറിയുകയുമില്ല. ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ശിവാനിക്കിനി ഒരുപാട് സമയം വേണ്ടിവരും. അപ്പോഴേക്കും ത്രിവിക്രമനാണ് ആദിശേഷനെന്ന് വിശ്വസിച്ച് അവൾ അവനെ കല്യാണം കഴിച്ചിരിക്കും. നിന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു ജനത തന്നെയുണ്ട്. നിനക്ക് മാത്രമേ അവരെ സംരക്ഷിക്കാനാവുകയുള്ളൂ. എന്താ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് മാഡം? ഞാൻ അറിയേണ്ട സത്യം തന്നെയാണ് ഇത്. എന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരു ജനതയോ? മാഡം, മാഡം എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ ഇനി പറയുന്ന ഒന്ന് കേക്ക്. നീ ആരെയാണോ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ തന്നെ സ്നേഹിക്കണം. കാര്യം എനിക്ക് അവളോട് എങ്ങനെ പറയാതിരിക്കാൻ പറ്റും? ഇത് ദൈവരഹസ്യമാ. നീ എങ്ങാനും അത് പുറത്തു പറഞ്ഞാൽ നിന്റെ സ്നേഹം വിഫലമായി പോവും. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നേ ഇല്ല, ഒരിക്കലും പറയില്ല. തൃശൂർ, എനിക്ക് പോവാനുള്ള സമയം അടുത്തു വരുന്നു. അയ്യോ ഇല്ല മാഡം, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല മാഡം. ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നേ. ഞാൻ കൂടെയില്ല മാഡം, പേടിക്കണ്ട. എന്ത് ചെയ്തിട്ടാലും ഞാൻ മാഡത്തിനെ രക്ഷിക്കും. തൃശൂർ, നിന്നോട് ഇനിയും ഒരുപാട് സത്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നീയാണ് ആദിശേഷൻ എന്ന സത്യം നിനക്ക് മനസ്സിലായാൽ നീ നാഗമാണിക്യം തേടിപ്പോവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ നിനക്ക് നാഗമാണിക്യം കട്ടെടുത്തവരെ എതിർക്കാനുള്ള ശക്തി ആയിട്ടില്ല. അത് കിട്ടിയതിനു ശേഷം നിനക്ക് ശിവാനിയിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം മനസ്സിലാകും. മാഡം, എനിക്ക് നിങ്ങളെ രക്ഷിക്കണം. ആദിശേഷ, ശിവാനിക്ക് എപ്പോഴും നീ കൂട്ടാനുണ്ടാവണം. എത്രയും പെട്ടെന്ന് നാഗമാണിക്യം നാഗലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോകണം.
അമൃത അമൃത എവിടെയാ മായായി പോയത്? അതിനർത്ഥം അവൾക്ക് എന്തോ അപകടം സംഭവിച്ചു എന്നല്ലേ? തൃശൂൽ 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 എനിക്ക് തൃശൂൽ എനിക്ക് തൃശൂൽ മഹാദേവ, ഇവൻ എന്താ പറ്റിയത്? തൃശൂൽ 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 കണ്ണു തുറക്ക്. തൃശൂൽ തൃശൂൽ നിനക്ക് എന്താ പറ്റിയത്? ഞാനെങ്ങനെ ഇവിടെ എത്തിയേ? എനിക്ക് എന്താ പറ്റിയേ? ഞാനെന്താ ഇവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നത്? പറയൂ ശിവാനി. അതിനൊക്കെ ഉത്തരം പറയേണ്ടത് നീയാ. നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു? അമൃതയായിട്ട് നീ എന്താ സംസാരിച്ചേ? അമൃത അമൃത ഇവിടെ. അമൃത 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 ഇവിടെയും കാണുന്നില്ലല്ലോ. അമൃത ശിവാനി ശിവാനി അമൃത എവിടെ പോയെന്നറിയോ? ഞാൻ വന്നപ്പോഴേക്കും അവള് മായായി പോയി. മായായി പോയെന്നോ? അപ്പൊ അവള് മരിച്ചു എന്നാണോ പറയുന്നത്? തൃശൂൽ നീ എന്തായി പറയുന്നേ? അമൃത അമൃത മരിച്ചുപോയി. അമൃത, എന്തിനായിരുന്നു ഇതൊക്കെ അമൃത? ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നാഗമാണിക്യം കണ്ടെത്തി നാഗലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് എന്തിനാ എന്നെ വിട്ടു പോയത്? എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തിനു ചെയ്തു അമൃത? അല്ല, നീയായിട്ട് ഇവിടെ വിട്ട് പോയതല്ല, നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതാണ്. ആരാത്? ആരാ? തൃശൂൽ, അമൃതയെ നീ എന്താ ചെയ്തത്? എന്തിനാ അവളെ കൊന്നു കളഞ്ഞത്? ശിവാനി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമൃതയെ ഞാൻ എന്തിനാ കൊല്ലുന്നത്? കള്ളം പറയാൻ നോക്കണ്ട. നീ തന്നെയാണ് അമൃത എന്തോ ചെയ്തത്. ശിവാനി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കള്ളം. അവളുടെ മരണത്തിന് കാരണം നീ തന്നെയാ. നീലി അപകടത്തിൽപ്പെട്ടപ്പോ അവളെ രക്ഷിക്കാൻ എന്നെ സമ്മതിക്കാതെ അവളുടെ ജീവൻ എടുത്തത് നീയല്ലേ? ഇപ്പൊ അമൃതയുടെ മരണ സമയത്ത് നീ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനർത്ഥം അവളുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരൻ നീ തന്നെയാണെന്നല്ലേ? നീ തന്നെയാണ് അവളെ എന്തോ ചെയ്തത്. പറ, എന്തിനാ നീ അങ്ങനെ ചെയ്തത്? അവൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഞാൻ അമൃതയെ കൊല്ലാനോ? എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അവളെന്ന് രക്ഷിക്കാൻ കഷ്ടപ്പെട്ടതാ. എപ്പോഴെന്റെ ബോധം പോയെന്ന് എനിക്കറിയില്ല. ഒന്നും ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ അടുത്ത് നീയുണ്ട്. നീ പറയുന്നതൊക്കെ സത്യമാണോ? ഞാൻ പറയുന്നതൊക്കെ സത്യം തന്നെയാ. വേണമെങ്കിൽ എന്റെ അമ്മയെ പിടിച്ച് സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാ. സത്യം ചെയ്ത് വെറുതെ എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. അന്ന് നീലിയെ രക്ഷിക്കാൻ എന്നെ കൊണ്ടായില്ല. ഇപ്പൊ അമൃതയെ രക്ഷിക്കാനും എനിക്ക് പറ്റിയില്ല. ഓരോ പ്രാവശ്യവും നീ കാരണം വേണ്ടപ്പെട്ടവരൊക്കെ എനിക്ക് നഷ്ടപ്പെടുക. എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേ? എന്റെ ആളുകൾ എന്താ നിന്നോട് ചെയ്തത്?